Aishuzz vlogലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. LuvLapന്റെ Pram അഥവാ Stroller ആണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അൺബോക്സിംഗ് മാത്രമല്ല അതിന്റെ ഇൻസ്റ്റാളേഷനും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് LuvLapന്റെ സ്ട്രോളറിൻ്റെ ബോക്സ്. അതിൻ്റെ പുറമെ ഇതാ ഒരു സ്ട്രോളറിൻ്റെ പിക്ചറൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ മോഡൽ നമ്പറും റേറ്റും പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ MRP എഴുതിയിരിക്കുന്നത് 7495. അപ്പോൾ ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 7495 പക്ഷേ ഞങ്ങൾ വാങ്ങിയപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് 4586 ഈ ഒരു ഐറ്റം കിട്ടിയത്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ കളറ് ഇത് നേവി ബ്ലൂവും ബ്ലാക്കും കോമ്പിനേഷനിലുള്ള ഒരു സ്ട്രോളറാണ്. അതുമാത്രമല്ല വേറെ 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലും നിങ്ങൾക്ക് ആമസോണിൽ കാണാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കറൻറ്റ് റേറ്റ് അറിയണമെന്നുണ്ടെങ്കിലോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഞാൻ അൺബോക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കവറിലാണ് നമ്മളെ സ്ട്രോളർ ഇരിപ്പുള്ളത്. ഇനി ഇതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്ട്രോളർ ഫോൾഡ് ചെയ്തിട്ടായിരുന്നു ഉള്ളത്. ഇനി നമുക്കിതൊന്ന് അൺഫോൾഡ് ചെയ്ത് നോക്കാം. ഇത് ന്യൂ ബോൺ ബേബീസ് മുതൽ ഒരു 3 ഇയർ ഓൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ട്രോളറാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ട്രോളറാണിത്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് മാക്സിമം 15 കിലോഗ്രാമാണ്, അതിൽ കൂടരുത്. പിന്നെ ഈ കുഷ്യൻ വാഷബിളാണ്, അതുകൊണ്ട് വൃത്തികേടായാൽ എന്തെങ്കിലും വെറ്റ് ക്ലോത്ത് യൂസ് ചെയ്ത് നമുക്കിത് ക്ലീൻ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മാനുവൽ. ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ പാർട്സ്. ഇത് നമുക്ക് ഫിക്സ് ചെയ്യണം. ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് രണ്ടും ബാക്ക് വീലും ഇത് രണ്ടും ഫ്രണ്ട് വീല്. ഫ്രണ്ട് വീല് 360 ഡിഗ്രി റൊട്ടേറ്റബിൾ ആണ്. പിന്നെ ഉള്ളത് ഫുഡ് ട്രേ ആണ്. അതിൻ്റെ 2 സൈഡിലും കപ്പ് ഹോൾഡർ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ. ഇത് റിവേഴ്സിബിൾ ആണ്. അത് ഞാൻ ഫിറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതാണ് ഇതിൻ്റെ കനോപ്പി. ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ട് വീല് ഇതുപോലെ ഫിക്സ് ചെയ്യാം. ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് കേട്ടാൽ ഇത് ഫിക്സ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ബാക്കിലത്തെ വീല്. ഇതേപോലെ ഒരു സാധനം ഇതിലിങ്ങനെ ഫിക്സ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ക്ലിക്ക് എന്നൊരു സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അത് ഫിക്സായി. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഒരു വീലും കൂടെ ഫിക്സ് ചെയ്യാം. ഇനി ഇത് വെച്ച് നമുക്ക് ബാക്കിലത്തെ 2 വീലും കണക്ട് ചെയ്യാം. അതിനുശേഷം ഒരു ബോൾട്ട് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ടൈറ്റൻ ചെയ്യണം. 2 വീൽസും ഇപ്പം കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിത് സ്ട്രോളറിലേക്ക് കണക്ട് ചെയ്യാം. അതിനു വേണ്ടി സ്ട്രോളറിൻ്റെ 2 ലെഗ്സും ഇതുപോലെ ആ ഹോളിൽ വെച്ച് ഒന്ന് പുഷ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കാം. അപ്പോൾ ഇത് ഫിക്സായി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് കനോപ്പി ഇൻസ്റ്റാളേഷനാണ്. കനോപ്പി ഇതുപോലെ ആ ഒരു ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ടൈറ്റൻ ചെയ്യാം. ഇതുപോലെ 2 സൈഡിലും സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഹാൻഡിൽ ബാറാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ ഹാൻഡിൽ ബാർ സ്ട്രോളറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ഒരു ഹോളിലേക്കാണ് ഹാൻഡിൽ ബാർ ഫിക്സ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാർ റിവേഴ്സിബിൾ ആണ്. നമുക്ക് ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഫോർവേഡ് ഡയറക്ഷനിലാക്കിയാൽ നമുക്ക് ബേബീനെ ഫേസ് ചെയ്യാം. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിൻ്റെ കനോപ്പി ഇതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആണ്. ഇതുപോലെ ക്ലോസ് ചെയ്യാം. ഈ ഹാൻഡിൽ ബാർ നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ്. ഇത് റബ്ബറിൻ്റെ ഗ്രിപ്പാണ് ഇതിനുള്ളത്, അതുകൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളത്.
പിന്നെ ബേബീസിന് നല്ല കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സീറ്റിൽ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് കുഷനും കൂടെ ഉണ്ട്. പിന്നെ ഇതിലൊരു ബാക്ക് പോക്കറ്റ് ഉണ്ട് ഫോർ കീപ്പിംഗ് ബേബീസ് എസെൻഷ്യൽസ്. അതായത് ഈ ഫീഡിങ് ബോട്ടിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ സൂക്ഷിക്കാം. അടുത്തതായിട്ട് നമ്മളിതിൽ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫുഡ് ട്രേ ആണ്. ഇത് ഫിക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇത് ഡിറ്റാച്ച് ചെയ്യാനും വളരെ ഈസിയാണ്. അതായത് ഇത് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും ബട്ടൺ ഒരുമിച്ച് പ്രസ് ചെയ്തിട്ട് എടുത്താൽ ഇത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ട്രോളറിൻ്റെ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് പറയാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ കനോപ്പി ഇതുപോലെ ക്ലോസ് ചെയ്യാം. പിന്നെ ബേബീനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വാച്ചിങ് വിൻഡോ കൂടെ ഇതിലുണ്ട്. പിന്നെ ഇതിൻ്റെ കനോപ്പിയിൽ ബേബീസിനൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ടോയ്സൊക്കെ ഹാങ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബേബീസിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഈ ഒരു ബെൽറ്റ് നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ സ്ട്രോളറിൻ്റെ താഴെയായിട്ടൊരു ഷോപ്പിംഗ് ബാസ്ക്കറ്റ് ഉണ്ട്. ഇതിൽ ബേബീസിൻ്റെ ടോയ്സും വേറെ ഐറ്റംസൊക്കെ വെക്കാം. പക്ഷേ 3 kg മുകളിൽ പോരുത്. ഇതുപോലെ ഇത് പുള്ള് ചെയ്താൽ നമുക്ക് ഈ ബാക്ക് റെസ്റ്റ് 3 പൊസിഷനിലേക്ക് മാറ്റാം. ഒന്ന് സിറ്റിംഗ് പൊസിഷനും, പിന്നെ ഒന്ന് റെസ്റ്റിംഗ് പൊസിഷനും, പിന്നെ ഒന്ന് സ്ലീപ്പിംഗ് പൊസിഷനും, അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് മാറ്റാം. പിന്നെ ബേബീസിന് കാല് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ട്. അത് 2 പൊസിഷനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ട് വീലിന് സ്വൈവൽ ഉള്ളത് കാരണം ഫ്രണ്ട് വീല് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യും. അത് ഇതിൻ്റെ ഈസി മൂവ്മെൻറ്റിന് സഹായിക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.